ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 83-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, നിനക്ക് വിരോധമായി ശത്രു ചിന്തിക്കുന്നത് പോലും നിനക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ശത്രു പറയുകയാണ്, ഇസ്രായേൽ ഒരു ജാതിയാകാതെ വണ്ണം മുടിച്ചു കളയുക, ആരും ഇനി അവരെ ഓർക്കരുത്. അപ്പൊ ശത്രുവിന്റെ വലിയ പദ്ധതികൾ പോലും നിന്നെ അറിയിക്കും. പിശാചിന്റെ ഒരു പദ്ധതി നിങ്ങളെ അറിയിച്ചെങ്കിൽ അതിന്റെ അർത്ഥം അതിനി നടക്കത്തില്ലെന്ന്. പഴയ നിയമത്തിന്റെ ചരിത്രമുണ്ട്. ശത്രുവിന്റെ അരമനയിൽ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ അറിയുകയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ശത്രുവിന്റെ പദ്ധതികളെ അറിഞ്ഞ് നിങ്ങൾക്ക് വഴിമാറി നടക്കാൻ കർത്താവ് കൃപ തരും. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ചില കൂട്ടുകെട്ടുകൾ നിന്നെ തകർക്കാൻ വേണ്ടി ഉണ്ടെന്ന് നിനക്കറിയാം. ദൈവം അത് അറിയിക്കുന്ന എന്തിനും ചോദിച്ചാൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനും നിന്നെ അതിൽ നിന്ന് വിടുവിക്കുവാനുമാണ്. ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം, ഒരു ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ ഒക്കെ നീ അറിയുന്നത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും അതിനകത്ത് നീ അകപ്പെടാതെ രക്ഷപ്പെടാനുമാണ്. അതുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കാരണം അത് നടക്കത്തില്ല. ശത്രു പറയുകയാണ്, അവരെ മുടിച്ചു കളയുക, അവരുടെ പേര് പോലും ഓർക്കരുത്. എന്നാൽ അങ്ങനെ ശത്രു പ്ലാൻ ചെയ്തെങ്കിൽ ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ പറയുന്നത്, അവർ ലജ്ജിക്കുകയും ഭ്രമിച്ചു പോവുകയും ചെയ്യും. സ്തോത്രം. ആമേൻ. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയുകയും ചെയ്യും. അവരറിയാൻ പോകുന്നത് അത്യുന്നതനായ ഒരു ദൈവമുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ. നിന്റെ തകർച്ചയല്ല അവരറിയാൻ പോകുന്നത്, മറിച്ചൊരു അത്യുന്നതനായ ദൈവമുണ്ട്. സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, ബാല്യം മുതൽ പലപ്പോഴും അവർ എന്നെ ആക്രമിച്ചു, പക്ഷേ ജയിച്ചില്ല. ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്നൊരു ദൂതാണ്. ഇന്നത്തെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ജയാളിയായി പുറത്തു വരും. ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കാൻ പോയ കർത്താവ് ഒരു ദൂത് പറയുന്നു, നിന്റെ യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകും. ശത്രുവിന്റെ പദ്ധതികൾ അവസാനിക്കാൻ പോയ ഒരു ജയത്തിന്റെ യാത്ര ദൈവം തരാൻ പോയ. മനുഷ്യരായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് നീ മുഖാന്തരം അറിയാൻ പോയ. യെസ്, ചില നിനക്ക് വിരോധമായുള്ള ചില ഗൂഢാലോചനകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അത് മുഴുവൻ ക്യാൻസൽ ആകട്ടെ. ഹാമാൻ ഒരു തന്ത്രം മെനഞ്ഞു, ദൈവം അത് പൊളിച്ചു കളഞ്ഞു. ആ തന്ത്രം തന്നെ ആ ദേശത്തെ ദൈവജനത്തെ ഉറപ്പിക്കാനുള്ള ഒരു വലിയ വാതിലാക്കി ദൈവം തീർത്തു.
ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, ആമേൻ. പല്ല് കടിച്ച് ഉരുകിപ്പോകും. എന്നാൽ നീ ദൈവത്തിന്റെ ജയത്തെ അനുഭവിക്കും. യെസ്, ധൈര്യത്തോടായിരിക്കുക. ആ പ്രശ്നങ്ങൾ നിന്നെ തകർക്കത്തില്ല. നീ ജയാളിയായി പുറത്തു വരും. ഒരു ജയം നിനക്കുണ്ടെന്ന് കർത്താവ് പറയുന്നു. നമുക്കൊരു നിമിഷം ഈ വചനത്തിന് മുമ്പിൽ പ്രവർത്തിക്കാം. യേശുവിനെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളെ ജയ ജീവിതത്തിലേക്ക് അങ്ങ് നയിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞങ്ങളിലൂടെ കർത്താവെ മഹിമപ്പെടുത്താൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കാതെ വണ്ണം യേശുവെ അങ്ങ് ഞങ്ങൾക്ക് കാവലായുള്ളതിന് നന്ദി പറയുന്നു. ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. പുതിയ വഴികളും എല്ലാം തുറക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ വചനം കേട്ട ഓരോ വ്യക്തിയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, പരാജയപ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കി മാറ്റുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് വിരോധമായുള്ള സകല പദ്ധതികളും പൊളിഞ്ഞതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. ആമേൻ.